ബയോലീച്ചിങ് ഓഫ് കോപ്പർ ആണ് ടോപ്പിക്. അപ്പോൾ ബയോലീച്ചിങ് എന്താണെന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസം യൂസ് ചെയ്തിട്ട് മെറ്റൽസിനെ എക്സ്ട്രാക്റ്റ് ചെയ്യും. മെറ്റൽസ് ഓഴ്സിൽ നിന്നും വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്നും കണ്ടാമിനേറ്റഡ് സോയിൽ നിന്നാണ് എക്സ്ട്രാക്റ്റ് ചെയ്യുക. ബാക്ടീരിയ, ആർക്കി, ഫംഗൈ വെച്ചിട്ടാണ് ഈ മെറ്റൽസിനെ ഓഴ്സിൽ നിന്നും എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഈസ് അലുമിനിയത്തിൻ്റെ ഓറിനെ നമ്മൾ അലുമിനിയം ഓക്സൈഡ് എന്ന് വിളിക്കുക. അപ്പോൾ മൈക്രോബ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു എക്സ്ട്രാക്ട് അലുമിനിയം ഫ്രം അലുമിനിയം ഓക്സൈഡ്. മെക്കാനിസം ഓഫ് ബയോലീച്ചിങ് 3 പ്രോസസ്സ് ഉണ്ട്. മൈക്രോ ഓർഗാനിസം ബ്രേക്ക് ഡൗൺ മെറ്റൽ കണ്ടെയ്നിങ് മിനറൽസ്, then metals are released into solution. ആ സൊല്യൂഷന് പറയുന്ന പേരാണ് ലീഷേറ്റ്. സൊല്യൂഷൻ ഈസ് ദെൻ പ്രോസസ്ഡ് ടു റിക്കവർ മെറ്റൽസിൽ നിന്ന് ആ ലീഷേറ്റിൽ നിന്ന് റിക്കവർ ചെയ്യും. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ബയോലീച്ചിങ്? 3 ഉണ്ട്. ഹീപ്പ് ബയോലീച്ചിങ്, സ്റ്റിർ ടാങ്ക് ബയോലീച്ചിങ്, ഇൻ സിറ്റു ബയോലീച്ചിങ്. ഹീപ്പ് ബയോലീച്ചിങ് എന്ന് വെച്ചാൽ ഓർസിൻ്റെ ഒരു ഹീപ്പ് അല്ലെങ്കിൽ കുന്നുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതിക്ക് മൈക്രോ ഓർഗാനിസത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുക. സ്റ്റിർ ടാങ്ക് ബയോലീച്ചിങ് എന്ന് വെച്ചാൽ ടാങ്കിൽ ഓറും മൈക്രോ ഓർഗാനിസം തമ്മിൽ മിക്സ് ചെയ്യുക. ഇൻസിറ്റു ബയോലീച്ചിങ് എന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസം ഇൻജെക്റ്റഡ് ഇൻ ടു അണ്ടർഗ്രൗണ്ട് ഓർ ഡെപ്പോസിറ്റ്സ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ദേ ആർ എൻവിറോൺമെൻറ്റൽ ഫ്രണ്ട്ലി, എനർജി എഫിഷ്യൻറ്റ്, കോസ്റ്റ് എഫക്റ്റീവ്, സ്യൂട്ടബിൾ ഫോർ ലോ ഗ്രേഡ് ഓർസ്. മെറ്റൽസ് ഗോൾഡ്, സിൽവർ, സിങ്ക്, നിക്കൽ, കൊബാൾട്ട് ആണ് മെറ്റൽസ് എക്സ്ട്രാക്റ്റ് ചെയ്യൽ. മൈക്രോ ഓർഗാനിസം ഈ മെറ്റൽസിനെയാണ് മെയിനായിട്ട് എക്സ്ട്രാക്റ്റ് ചെയ്യുക. ഏതൊക്കെ മൈക്രോ ഓർഗാനിസം യൂസ് ചെയ്യാന്ന് വെച്ചാൽ തയോബാസിലസ് ഫെറോക്സിഡൻസ്, ലെപ്റ്റോസ്പൈറിലം ഫെറോക്സിഡൻസ്, സൾഫോലോബസ് അസിഡോകാൽഡേറിയസ്, അസിഡോതയോബാസിലസ് കാൽഡിസ്. ബയോലീച്ചിങ് ഓഫ് കോപ്പറാണ് ഇപ്പോൾ നോക്കാൻ പോണത്. എന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസം കോപ്പറിൻ്റെ ഓറിൽ നിന്നും കോപ്പറിനെ എക്സ്ട്രാക്റ്റ് ചെയ്യും. കോപ്പറിനെ ഓറിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യും മൈക്രോ ഓർഗാനിസം വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ യൂസ് ഓഫ് മൈക്രോ ഓർഗാനിസം ദാറ്റ് ക്യാൻ ഓക്സിഡൈസ് സൾഫർ ആൻഡ് അയോൺ കോമ്പൗണ്ട്സ് ലീഡിങ് ടു സോലുബിളൈസേഷൻ ഓഫ് കോപ്പർ. അപ്പോൾ ഈ പ്രോസസ്സ് 2 സ്റ്റേജിലാണ് നടക്കുക. ഒന്ന് ഓക്സിഡേഷൻ ഓഫ് സൾഫർ ആൻഡ് അയോൺ കോമ്പൗണ്ട്സ്, നെക്സ്റ്റ് ഈസ് കോപ്പർ സോലുബിലൈസേഷൻ. ഓക്സിഡേഷൻ ഓഫ് സൾഫർ ആൻഡ് അയോൺ കോമ്പൗണ്ട് മൈക്രോ ഓർഗാനിസം ലൈക്ക് തയോബാസിലസ് ഫെറോക്സിഡൻസ് ആൻഡ് ലെപ്റ്റോസ്പൈറിലം ഫെറോക്സിഡൻ്റ് ആണ് സൾഫറിനെയും അയോൺ കോമ്പൗണ്ട്സിനൊക്കെ ഓക്സിഡൈസ് ചെയ്യുക, വിച്ച് പ്രൊഡ്യൂസ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് ഫെറിക് അയോൺസ്. സൾഫറിന് സൾഫ്യൂരിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും, അയോണിന് ഫെറിക് അയോൺസും പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ അടുത്ത പ്രോസസ്സ് കോപ്പർ സോലുബിലൈസേഷൻ. ഈ പ്രൊഡ്യൂസ് ചെയ്ത സൾഫ്യൂരിക് ആസിഡും ഫെറിക് അയോൺസും കോപ്പർ കണ്ടെയ്നിങ് മിനറൽസിനെറ്റ് റിയാക്ട് ചെയ്യും. അപ്പോൾ കോപ്പർ അയോൺസ് ലീഷേറ്റ്ക്ക് റിലീസാവും, ആ സൊല്യൂഷൻക്ക് കോപ്പർ അയോൺസ് റിലീസാവും. അപ്പോൾ ബയോലീച്ചിങ് ഓഫ് കോപ്പർ ബൈ ജനറ്റിക് മെക്കാനിസം വഴി എങ്ങനെ കോപ്പറിനെ ബയോലീച്ച് ചെയ്യാനാണ്. Bioleaching of copper by genetic mechanism involves the use of microorganisms that have been genetically engineered to enhance their ability to extract copper from ores or waste material. മൈക്രോ ഓർഗാനിസത്തിൽ ഈ ബയോലീച്ചിങ് പ്രോപ്പർട്ടി ജനറ്റിക്കലി നമ്മൾ എൻഹാൻസ് ചെയ്യിപ്പിക്കും ഈ സ്പെസിഫിക് കോപ്പർ ബയോലീച്ചിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള ജനറിക് മെക്കാനിസം ഇൻവോൾവ്സ് മൈക്രോഓർഗാനിസം സെലക്ഷന്, ജനറ്റിക് മോഡിഫിക്കേഷൻ, ജീൻ എക്സ്പ്രഷൻ റെഗുലേഷൻ. മൈക്രോ ഓർഗാനിസം സെലക്ഷനിൽ ഹൈ കോപ്പർ ബയോലീച്ചിങ് പൊട്ടൻഷ്യലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ചൂസ് ചെയ്യുക, ആ സ്പെസിഫിക് ട്രേറ്റുള്ള ഓർഗാനിസത്തിനെ സെലക്ട് ചെയ്യുക. ദെൻ ജനറ്റിക് മോഡിഫിക്കേഷൻ, നമ്മൾ മൈക്രോ ഓർഗാനിസത്തിക്ക് ജീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ടു എൻഹാൻസ് കോപ്പർ ബയോലീച്ചിങ്, സച്ച് ആസ് ആ ജീൻസിൻ്റെ ക്യാരക്ടേഴ്സ് മൈക്രോ ഓർഗാനിസത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കണ്ട് കോപ്പർ ബയോലീച്ചിങ് അത് എൻഹാൻസ് ചെയ്യുക. അപ്പോൾ ആ ജീൻസാണ് കോപ്പർ റെസിസ്റ്റൻറ്റ് ജീൻസ്,
heavy metal efflux genes, sulfur ion cluster pathway genes, sulfur oxidation genes. Next, gene expression regulation. Promoters, ribosome and transcription factors ഒക്കെ വെച്ചിട്ട് ജീൻ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യിപ്പിക്കുക. അതാണ് ജീൻ എക്സ്പ്രഷൻ റെഗുലേഷൻ. കീ ജീൻസ് ഇൻവോൾവ്ഡ് ഇൻ കോപ്പർ ബയോലീച്ചിങ്. ഏതൊക്കെ ജീൻസാണ് മെയിനായിട്ട് കോപ്പർ ബയോലീച്ചിങ്ങിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്? ഫസ്റ്റ് വൺ ഈസ് കോപ്പർ റെസിസ്റ്റൻസ് ജീൻ. Copper resistance genes are genetic element that enable microorganism to withstand and survive in environment with a high copper concentration. അപ്പോൾ ഹൈ കോപ്പർ കോൺസെൻട്രേഷനിൽ മൈക്രോ ഓർഗാനിസം ഈ കോൺസെൻട്രേഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ജീൻസാണ് കോപ്പർ റെസിസ്റ്റൻറ്റ് ജീൻസ്. അപ്പോൾ ടൈപ്സ് ഓഫ് കോപ്പർ റെസിസ്റ്റൻറ്റ് ജീൻസ് അല്ലെങ്കിൽ കോപ്പ് ജീൻസ് ആർ കോപ്പ് എ, കോപ്പ് ബി, കോപ്പ് സി. Cop A is copper transporting ATPase, Cop B is copper binding protein, Cop C is copper chaperone. Next gene is heavy metal efflux gene. Heavy metal efflux gene or HME are genetic element that encode protein responsible for removing heavy metals such as copper, zinc, lead, mercury, arsenic from cell. സെല്ലിൽ നിന്ന് ഹെവി മെറ്റൽസിനെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണ ജീനാണ് ഹെവി മെറ്റൽ എഫ്ലക്സ് ജീൻസ്. ഒരു 5 ടൈപ്പ് ഉണ്ട്. HME A, HME B, C, D, R. നെക്സ്റ്റ് വൺ ഈസ് അയൺ സൾഫർ ക്ലസ്റ്റർ പാത്വേ ജീൻസ്. These are a group of genes responsible for the assembly and maintenance of iron sulfur clusters in microorganism. അപ്പോൾ ഈ അയൺ സൾഫർ ക്ലസ്റ്റേഴ്സ് ഉണ്ടെങ്കിലാണ് ഇവർക്ക് ഒരേ കോപ്പറിനെ സോലിബിലൈസ് ചെയ്യാനുള്ള കോമ്പൗണ്ട്സ്. അപ്പോൾ അയൺ സൾഫർ ക്ലസ്റ്റേഴ്സ് ഇൻ മൈക്രോ ഓർഗാനിസം ഉണ്ടായാൽ അവർക്ക് പെട്ടെന്ന് കോപ്പർ സോലിബിലൈസേഷന് പറ്റും. ടൈപ്സ് ഓഫ് ISC ജീൻസ് ആണ് ISCR, ISCS, ISCU. റെഗുലേറ്റർ, സ്കെഫോൾഡ് പ്രോട്ടീൻ, അസംബ്ലി പ്രോട്ടീൻ റെസ്പെക്റ്റീവ്. ടൈപ്സ് ഓഫ് SOX ജീൻ 6 ഉണ്ട്. SOX A, B, C, D and YZ. ഇതൊക്കെ എൻസൈമാണ്. SOX A എന്ന് വെച്ചാൽ സൾഫൈറ്റ് ഓക്സിഡൈസ് വിച്ച് കാറ്റലൈസസ് സൾഫൈറ്റ് ടു സൾഫേറ്റ് കൺവേർഷൻ. അതേമാതിരി SOX B സൾഫർ ഓക്സിഡൈസ് ഓക്സിഡൈസസ് സൾഫർ കോമ്പൗണ്ട്സ് ടു സൾഫൈറ്റ്. SOX C മീൻസ് സൾഫർ deoxygenate converts sulfur to sulfite. SOX D means sulfite dehydrogenase oxidizes sulfite to sulfate. SOX YZ means sulfur oxidizing complex involved in sulfur compound oxidation. The microorganism with the copper resistance genes are Escherichia coli, Bacillus subtilis, Pseudomonas bifida, Bacillus ferroxidans, Sulfolobus,